أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر സൂറ അൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ തഫ്സീർ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, മക്ക വിജയ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വധശിക്ഷക്ക് വിധിച്ച മൂന്നാമത്തെ വ്യക്തിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. മക്ക വിജയ സമയത്ത് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഷാമിലോട്ട് ഓടിപ്പോയിരുന്നു. അവിടെയും അദ്ദേഹത്തിന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് പറയുമായിരുന്നു, താങ്കൾ എന്തിനാണ് ഇത്രയും ഒരു നല്ല വ്യക്തിത്വത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളത്? താങ്കൾ തിരികെ പോയി അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കുക. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്ത് മാപ്പപേക്ഷിക്കാനാണ്? എന്നെ കണ്ടിടത്ത് വെച്ച് വധിക്കാനുള്ള കൽപ്പനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പറഞ്ഞു, താങ്കൾ എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലെത്തുക, എന്നിട്ട് അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കുക. തീർച്ചയായും താങ്കൾക്ക് മാപ്പ് ലഭിക്കുന്നതാണ് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അദ്ദേഹം ഒരു കവിയായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ കവിയുടെ മകനുമായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ ഹാജരാവുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ കുറച്ച് കവിതകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. താങ്കൾ അനുമതി നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ കേൾപ്പിക്കാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുമതി നൽകി. അദ്ദേഹം തൻ്റെ കവിത ചൊല്ലുകയുണ്ടായി. അതിലെ ചില വരികൾ ഇപ്രകാരമാകുന്നു: ജനങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, അല്ലയോ ഇബ്നു കുൽസൂം, നിന്നെ സിംഹത്തിൻ്റെ മാളത്തിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. നീ മരണപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് ചെയ്യുന്ന മനുഷ്യനാണ്. ഇത് കേട്ടപ്പോൾ അൻസാറുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം 7 വധിക്കാൻ പറഞ്ഞ ആളുകളിൽപ്പെട്ട ആളാണ് എന്ന്. പെട്ടെന്ന് തന്നെ എല്ലാവരും തങ്ങളുടെ വാൾ ഊരിപ്പിടിച്ചു അദ്ദേഹത്തെ വധിക്കാനായി തയ്യാറായി നിന്നു. അവർ തങ്ങളുടെ അവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു. വീണ്ടും ഒരു കവിത അദ്ദേഹം ചൊല്ലുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തരത്തിലുള്ള വാളാണ്. ആ വാളിൽ നിന്നും പ്രകാശം കരസ്ഥമാക്കാവുന്നതാണ്. ആ വാള് അള്ളാഹുവിൻ്റെ വാളിൽ നിന്നുള്ള ഒരു വാളാണ്. പിന്നീട് അദ്ദേഹം വിശുദ്ധ ഖുർആനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത്രയുമായപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഷാൾ എടുത്ത് അദ്ദേഹത്തെ പുതപ്പിച്ചു. അതിനർത്ഥം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാപ്പ് നൽകി എന്നുള്ളതാണ്. ഇത് കണ്ട് സഹാബാക്കൾ വളരെയധികം സന്തോഷിച്ചു. വളരെയധികം പ്രയാസങ്ങൾക്കും രക്തച്ചൊരിച്ചിലുകൾക്കും എല്ലാം ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രിമാരിൽ ഒരാൾ ഗർഭാവസ്ഥയിൽ മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ അങ്ങയുടെ പ്രിയ പത്നി ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്താവുകയുണ്ടായി. അതുപോലെ തന്നെ അടുത്ത് അബൂ താലിബിൻ്റെ വഫാത്തും സംഭവിക്കുകയുണ്ടായി. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. എന്നുണ്ടെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം. അതുപോലെ ഹസ്രത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാക്കുകയുണ്ടായി. ഇതുപോലുള്ള പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. 7 പേർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വധിക്കുന്നതിന് വേണ്ടി കൽപ്പന നൽകുകയുണ്ടായി. എങ്കിലും അതിൽ 3 പേർക്ക് മാപ്പാക്കി കൊടുക്കുകയും ബാക്കിയുള്ളവരെ വധിച്ചതായി ചരിത്രത്തിൽ നിന്ന് എവിടെയും തന്നെ കാണാനും കഴിയുന്നില്ല. ഈ ഒരു പരിശുദ്ധ മാതൃകയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചത്. ഈ ഒരു മാതൃകയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കളുടെ ഹൃദയത്തിൽ നിലനാട്ടിയത്. യഹൂദികളുടെ ഒരു അധ്യാപനമാണ് ജൂതന്മാരിൽ നിന്ന് പലിശ വാങ്ങരുത്,
ജൂതർ അല്ലാത്തവരിൽ നിന്ന് നിങ്ങൾക്ക് പലിശ വാങ്ങാവുന്നതാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരിൽ നിന്നും പലിശ വാങ്ങരുത് എന്നാണ്. അത് മുസ്ലിമിൽ നിന്നോ അമുസ്ലിമിൽ നിന്നോ ആരിൽ നിന്നായാലും നിങ്ങൾ പലിശ വാങ്ങരുത് എന്ന അധ്യാപനമാണ് ഇസ്ലാം നൽകുന്നത്. പലിശ ഒരു തെറ്റായ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിൽ സ്വന്തമെന്നോ മറ്റുള്ളവരെന്നോ ഒരു വ്യത്യാസവുമില്ല. തെറ്റ് എന്ന് പറയുന്നത് തെറ്റ് തന്നെയായി മാറുന്നു. ചുരുക്കത്തിൽ ഇത്രയും പരിശുദ്ധമായ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അധ്യാപനം ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അടുത്തത് പറയുന്നത് മനുഷ്യനുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള ആഗ്രഹങ്ങളെ സംബന്ധിച്ചും അതുപോലെ സ്വഭാവ സംസ്കരണത്തെ സംബന്ധിച്ചും ഇസ്ലാമിക അധ്യാപനമാണ്. ഇത്രത്തോളം ഈ വിഷയത്തെ സംബന്ധിച്ച് ഇസ്ലാം അല്ലാതെ മറ്റൊരു മതവും വിശദീകരിച്ചിട്ടില്ല. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് തെറ്റായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ ആയിത്തീരുന്നു. അതിൽ നാശം സംഭവിക്കുന്നു. അതിൻ്റെ ശരിയായ ഉപയോഗം ഒരാളെ നല്ല വ്യക്തിയായി തീർക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി ക്രിസ്ത്യാനികൾ പറയുന്നത് ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നില്ല, കന്യകയായി ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നന്മയാണ് എന്നാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തിന്മയാണ്. അതുമാത്രമല്ല, ഒരു സ്ത്രീ വിവാഹത്തിന് തയ്യാറാവുന്നില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കേണ്ടതാണ് എന്നും ഇസ്ലാം പറയുന്നു. പുരുഷന്മാരെ സംബന്ധിച്ച് ഇസ്ലാം നൽകുന്ന കൽപ്പന അവർ തീർച്ചയായും വിവാഹം കഴിക്കേണ്ടതാണ്. മറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൂടുതൽ സന്താനങ്ങൾ നൽകാൻ കഴിവുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക എന്ന്. ഇതിൽ ക്രിസ്ത്യാനിയുടെ അധ്യാപനം നോക്കുകയാണെങ്കിൽ അവർ മനുഷ്യൻ്റെ പ്രാകൃതമായ കഴിവുകൾ തന്നെ തടഞ്ഞു വെക്കുന്ന അധ്യാപനമാണ് നൽകുന്നത്. എന്നാൽ ഇസ്ലാം അതെല്ലാം തന്നെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.